ഇറച്ചിക്ക് വന്നിക്കണ അവര് ഇറച്ചി തന്നാലും കണ്ടു വരുമോ ഇവിടെ കൊടുക്കണ കാരണം അവർ ഇറച്ചി കൂടെ വരുന്നത് നല്ല സാധനം ആൾക്കാർക്ക് കൊടുക്കുക ഇറച്ചി വേണം. മുന്നീർക്ക സത്യസന്ധമായിട്ട് പറയും അബ്ദുള്ളക്കാന്റെ ഇറച്ചി കച്ചവടത്തിന് ഇവിടെ കഴിഞ്ഞ ഹജ്ജ് പെരുന്നാക്കേ ഇവിടെ എല്ലാവരും ഇവിടെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ വന്ന് ഇവിടെ ഫൈൻ കിട്ടാത്ത 2 പീടിയ അത് ഫൈൻ കിട്ടാത്ത രണ്ട് പീടിയ എന്താ വെച്ചാൽ ഇവിടെ പല വിലക്ക് കഴിഞ്ഞ് ഇവിടെ പോത്തിനും പലവരും വിറ്റിഞ്ഞ് ഈ പെരുന്നാക്കും ഇതൊക്കെ ഇവിടെ ഞങ്ങൾ വീട് ഇപ്പോൾ 3/4 പോത്ത് വിറ്റിഞ്ഞ് എത്ര വായിക്കാം ഇവിടെ കോഴി വിറ്റിഞ്ഞ് എത്ര അവർ ബില്ല് വന്ന് 2 ആൾക്ക് പരിശോധിച്ച് ഒരു 100 റുപ്യ പോലും ഫൈന് 2 കടക്കും വന്നില്ല. സത്യസന്ധത ആ ജനങ്ങൾക്ക് നമ്മൾ കഴിക്കുമ്പോൾ ഒത്തിരി സത്യസന്ധതയിൽ കളങ്കഞ്ഞായിട്ട് കൊടുക്കും. അതിപ്പോൾ ആൾക്കാർ തിരഞ്ഞു വരും. അതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. അതുകൊണ്ടാണ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ഇവിടെ ഇതൊക്കെ തീർന്ന് പോയിണ്ടാവും ഒരു പണിയിൽ പരിപാടി കഴിഞ്ഞ് സൂപ്പറാണ്. വിശ്വസിക്കാം 100% നമുക്ക് വിശ്വസിക്കാം. 101% നമുക്ക് വിശ്വസിക്കാം. എവിടെ ഉണ്ടെങ്കിലും ആൾ വരും. അതാണ് തേയില അവിടെ അതാണ് ഈ കാണുന്ന ആളുകളുടെ തിരക്ക്. ഇറച്ചി മേടിക്കാനുള്ള ആൾക്കാരെ തിരക്കാണ് ഈ കാണുന്നില്ല. നമ്മള് ഇറച്ചി മേടിക്കാനുള്ള ആൾക്കാരുടെ തിരക്കാണ് ഈ കാണുന്നത്. അപ്പൊ നമുക്ക് ഇവരോട് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. എന്താണ് ഇവിടുത്തെ ഇറച്ചി കച്ചവടത്തിനെ പറ്റിയുള്ള അഭിപ്രായം? നല്ലത് കിട്ടുമോ? ഉഷാർ സാധനം കിട്ടും. ഇക്ക ഇവിടെ വാങ്ങിച്ചു കൊണ്ട് എന്താ നിങ്ങളെ അഭിപ്രായം? കിട്ടും. അത് നമുക്ക് പറഞ്ഞു നോക്കിയിട്ട് കിട്ടുമോ? തരും. അതാണ് നിങ്ങളിപ്പോ 2 പൊതി മേടിച്ചിട്ടുണ്ട് അല്ലേ? 2 പൊതി മേടിച്ചിട്ടുണ്ട് ആണല്ലേ? അതാണ് ഇത്ര ആൾക്കാർ. നിങ്ങളെ അഭിപ്രായം എന്താണ്? നല്ല അഭിപ്രായം തന്നെയാണ്. നല്ല പോത്താണ്. നല്ല പോത്ത് തന്നെ കിട്ടും. പോത്താണ്. അതാണ് ഇവിടെ തിരക്ക് ജനങ്ങൾ വരുന്നത്. പോത്ത് പറഞ്ഞ പോത്തന്നെ കിട്ടും. അപ്പൊ നമ്മൾ ഉസ്താദുണ്ട്. ഉസ്താദിനോട് ചോദിച്ചോ. ഉസ്താദ് എന്താ ഇവിടെ ഇറച്ചി കച്ചവടത്തിനെ പറ്റി നിങ്ങളെ അഭിപ്രായം? നല്ല ഇറച്ചി അവിടെ കിട്ടുള്ളൂ. എല്ലാവരും ഇവിടെ മേടിക്കുന്നത് ഇവിടെ തന്നെ വരും. അതാണ് മൂപ്പരാൾ പ്രത്യേകത. നല്ല ഇറച്ചി നമ്മളെ കൊടുക്കുള്ളൂ. പറ്റിക്കണ പരിപാടിയില്ല. ആ സംഭവം ഒന്നും ഇവിടെ ഇല്ല. പോത്തെന്ന് പറഞ്ഞ പോത്തന്നെ അതിലൊരു മാറ്റില്ല. പോത്തല്ലാത്തത് കിട്ടി കഴിഞ്ഞാൽ മേടിക്കൂല. ആൾക്കാർ മേടിക്കൂല. അതാണ് അബ്ദുൽ ഹക്കാന്റെ കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അതാണ് ഇവിടെ നമുക്ക് ആൾക്കാരെ നമ്മള് പറഞ്ഞ് പറ്റിക്കേണ്ട ആവശ്യമില്ല. നല്ല സാധനം കൊടുത്ത ആൾക്കാരോട് വരും. അതാണ് അബ്ദുൽ ഹക്കാന്റെ കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഈ ഏരിയയിൽ പറ്റിക്കാൻ പറ്റൂല. നമ്മള് അടച്ചിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റൂല. അതാ പറഞ്ഞത്. സൂപ്പർ. ഇവരൊക്കെ നാളെയും മറ്റന്നാളും എന്നും വരണോ? എന്നും വരണോ? അതാണ് അബ്ദുൽ ഹക്കാന്റെ കച്ചവടം എന്ന് പറഞ്ഞാല്. കണ്ടില്ലേ? ഇതാണ് ക്വാളിറ്റി എന്ന് പറഞ്ഞ സാധനം. ഇതാണ് സൂപ്പർ ക്വാളിറ്റി സാധനം. എന്താണ് കിടക്കുന്നത്? എന്താണ് കിടക്കുന്നത്? അതാണ് അബ്ദുൽ ഹക്കാന്റെ കച്ചവടം എന്ന് പറഞ്ഞാൽ. ഇക്ക ഇവിടെ എത്ര മണിക്ക് നിങ്ങൾ കച്ചവടം? 5:30 മണിക്കൊക്കെ തുടങ്ങും. 5:30 മണിക്ക് ഇവിടെ കച്ചവടം തുടങ്ങും. എത്ര മണി വരെ ഉണ്ടാവും? 12 മണിക്ക് ഉണ്ടാവും. 12 മണി വരെ അവസാനിക്കും. ഏകദേശം പരിപാടി ഇല്ല. അതിന് ബാക്കി വരുന്ന പരിപാടി ഇവിടെ ഇല്ല. ആളുകളുടെ തിരക്കാണ്. ഇത്ര ആളുകളുടെ തിരക്കാണ് ഈ കാണുന്നത്. കണ്ടാ ഇതാണ് കണ്ടില്ലേ? പോത്താണ്. കൊടുക്കി 1 കിലോ 1,200. 1 കിലോ 1,200. ആൾക്കാര് കഴിക്കട്ടെ. അതന്നെ അതാണ് അബ്ദുൽ ഹക്കാന്റെ കച്ചവടം എന്ന് പറഞ്ഞാൽ. 1 കിലോ 1,200 കൊടുക്കുന്നില്ല. 1,200 കൊടുക്കും. ഒരു പണത്തക്കം കൂടുതല്. അതന്നെ
അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നിങ്ങളെ അഭിപ്രായം എന്താണ്? നിങ്ങളെ അഭിപ്രായം പറഞ്ഞു. ഉഷാറാണ്, നല്ലതിന് കിട്ടുള്ളൂ, പറ്റിക്കില്ല, പറ്റിക്കണ പരിപാടിയില്ല. പരിപാടിയില്ല. കച്ചവടം ചൂട് പിടിച്ചിരിക്കണ്. നല്ല സാധനം കൊടുത്ത ആൾക്കാർ തെരഞ്ഞു വരും. അതാണ് ഇപ്പൊ ഇക്കണ്ട ആൾക്കാർ ഇവിടെ നിൽക്കുന്നത്. ആൾക്കാർ വന്നിട്ടുണ്ട്. പൊന്നാനി ആൾക്കാർ ഈ നിങ്ങളെ അബ്ദുൾ ഖാന്റെ കടയിൽ പേരുള്ള കാരണം എന്താണ്? നല്ല ഇവിടെ കിട്ടണോണ്ടാണ്. നല്ല കിട്ടണോണ്ട് ഇവിടെ വരുന്നത്. ഇവിടെ വരുന്നത് 10-20 കട ഒഴിവാക്കിയിട്ട് ഇവിടെ വരുന്നത്. അതാണ് അതുപോലത്തെ സാധനം. നിങ്ങളെ അഭിപ്രായം എന്താണ്? അത് സൂപ്പർ അല്ലേ? കണ്ട കളങ്കല്ല. ഇതാണ് ക്വാളിറ്റി. കണ്ട നാട്ടുകാരൊക്കെ അടിപൊളിയിൽ നല്ല അഭിപ്രായമാണ്. അതാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആൾക്കാർ. വരിക്ക് നിൽക്കുകയാണ്. അതെ, നല്ല കൊടുത്ത 3-4 ആൾക്കാർ വരും. അതാണ് അബ്ദുൾ ഖാന്റെ കച്ചവടം എന്ന് പറഞ്ഞാൽ. ഇവിടെ ആൾക്കാരെ പറ്റിക്കണ പരിപാടി പറ്റിക്കണ നല്ല സാധനം കൊടുക്കും, പൈസ മേടിക്കും. അത് കണ്ടില്ല, സാധനം കണ്ടില്ല. അതാണ് സാധനം കഴിയാനായി. സാധനം കണ്ടില്ലല്ലേ? ഈ സാധനം കണ്ടില്ലേ? ഇനി എങ്ങനെ പറയേണ്ട ആവശ്യമില്ലേ? ഇതാണ് സാധനം. അത് നെയ്യും പാടി ഒഴിവാക്കിയിട്ട് ഇറച്ചി എന്ന് പറഞ്ഞ ഇറച്ചിയായിട്ട് നമ്മൾ അലുവ, കോഴിക്കോടൻ അലുവ. എന്താണ് കിടക്കുന്നത്? 100-150 ഗ്രാം കൂടുതലാണ്. 1 കിലോ വാങ്ങിയാൽ 1,200 ഉണ്ടാവും. അതാണ് ഇവിടുത്തെ കച്ചവടം. കണ്ട തിരക്ക് കൂടി. കണ്ട വരിക്കുന്നോളി. അതന്നെ വരിക്കുന്നോളി. ഇക്ക ഇവിടെ ഉണ്ട്. ഇക്ക എന്താണ് അബ്ദുൾ ഖാന്റെ കച്ചവടം എന്ന് പറഞ്ഞാൽ? അടിപൊളി സാധനം കിട്ടുമോ? പറ്റിക്കോ മൂപ്പരാള്? പറ്റിക്കണ പരിപാടിയില്ല. തൂക്കത്തിലും പറ്റിക്കില്ല, ഇറച്ചിയിലും പറ്റിക്കില്ല. 100% നമുക്ക് വിശ്വസിക്കാം. മമ്മൂട്ടിക്കാനെ ഗൾഫിൽ നിന്ന് പിടിച്ചു കൊടുക്കുന്നതാണ് ഇവിടെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സാധനം കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മമ്മൂട്ടിക്കാനെ ഗൾഫിൽ നിന്ന് കൊടുക്കുന്നത്. അത് ഇന്ത്യൻ റുപ്പിയല്ല, റിയാലാ കൊടുക്കണേ. റിയാലാണ് കൊടുക്കണേ. അത് റിയാലാ കൊടുക്കണത് കൂലിയായിട്ട്. ഇറച്ചി നല്ല വെട്ടണാളാ. 10 കിലോ ഇറച്ചി 1/2 മണിക്കൂർ വെട്ടി കഴിയും. അതിലൊക്കെ ഇവിടെ ഇപ്പൊ നിങ്ങളൊരു ഇറച്ചി മേടിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർ ഇവിടെ എത്ര മണിക്കാ വരണ്ടേ? ഇവിടെ രാവിലെ വരണം. അത് രാവിലെ ഇറച്ചി കിട്ടുള്ളൂ. അത് ബുക്ക് ചെയ്യണോ? ഇവിടെ നല്ല സാധനം കൊടുക്കുന്ന ആൾക്കാർ നമ്മളെ തിരഞ്ഞെടുക്കും. നേരത്തെ കാലത്ത് വന്നാൽ നല്ല കണ്ടോവാ. നല്ല ചാറ് കൂട്ടാം. നല്ല ബീഫിന്റെ ചാറ് കൂട്ടി ചോറ് കഴിക്കാം. ഇപ്പൊ കല്യാണത്തിനും അതേപോലെ പരിപാടികൾക്കൊക്കെ വേണ്ടിട്ട് നിങ്ങൾ ഇറച്ചി കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അത് ഞാൻ മുൻകൂട്ടി പറയണം. എത്ര ദിവസം മുന്നേ വരണം? 2 ദിവസം മുന്നേ പറഞ്ഞാൽ മതി. 2 ദിവസം മുന്നേ നിങ്ങൾ കടയിൽ വന്നിട്ട് എത്ര കിലോ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് അഡ്വാൻസും തന്നു കഴിഞ്ഞാൽ അഡ്വാൻസ് ഇല്ലാത്ത പരിപാടിയില്ല. കേസില്ല. അഡ്വാൻസും തന്നു കഴിഞ്ഞാൽ പറയണ സമയത്ത് സാധനം അവർ വന്നിട്ട് വേണം അർത്ഥത്തിൽ കൊടുക്കും. ആ കൺമുന്നിൽ സെറ്റ് ആക്കിയാണ്ട് കൊടുക്കും. വിശ്വാസം. അത് വിട്ടുള്ള കളിയില്ലല്ലേ? വിശ്വാസമാണ്. അതാണ് കച്ചവടം എന്ന് പറഞ്ഞാൽ. അത്രയും അവർ പറയണ അളവിൽ കട്ട് ചെയ്ത് ബിരിയാണിക്കാണെങ്കിൽ ബിരിയാണിക്ക്, ചില്ലിക്കാണെങ്കിൽ ചില്ലിക്ക്, ഏത് കട്ടിങ് വേണോ അത് ഉഷാറാക്കിയാണ് കയ്യിലാണ് കൊടുക്കും. അതാണ് അതിലൊക്കെ കച്ചവടം എന്ന് പറഞ്ഞാൽ. ഉടായ്പ പരിപാടിയില്ല. നല്ല പൈസയും മേടിക്കും. അപ്പോൾ നമ്മളെ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യണേ. അബ്ദുൾ ഖാന്റെ കടയുടെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ മലപ്പുറം ജില്ലയിൽ വെളിയങ്കോട് അങ്ങാടിയിൽ നിന്ന് നേരെ ടർഫിലേക്ക് വരുന്ന വഴിയിലാണ്. ഇവിടെ രാവിലെ ഏകദേശം 5 മണിയാകുമ്പോൾ തുടങ്ങൂല. 5 മണിക്ക് തുടങ്ങും. നേരത്തെ വന്നാൽ നേരത്തെ കൊണ്ടാവാം. കച്ചവടം കഴിഞ്ഞ് അപ്പോൾ എത്ര മണി വരെ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. നേരത്തെ വന്നു കഴിഞ്ഞാൽ നേരത്തെ കൊണ്ടാവാം. അതാണ് മൂപ്പരാളെ കച്ചവടം എന്ന് അറിയുന്നില്ല. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.